പറ്റുന്ന വല്ല പണിയും ചെയ്താൽ മതിയായിരുന്നില്ലേ എന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുമ്പോൾ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. ഒരു കലണ്ടർ ഉണ്ടാക്കാനാട്ടോ നോക്കിയത്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ അതിങ്ങനെ കോൺഫിഡൻസൊക്കെ ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്തൊക്കെ കാണിച്ചേക്കുന്ന പോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. അത് 15-21 ആ ഒരു സെൻറ്റിമീറ്ററിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് നമ്പേഴ്സും വീക്സും മന്ത്സും അതുപോലെ എഴുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പേപ്പർ വെച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതേ ഇതുപോലെ നമ്പേഴ്സും വീക്സും എല്ലാം കട്ട് ചെയ്തെടുത്തത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ മേലെ ഞാൻ എഴുതി കൊടുത്തു. കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. എങ്ങനെയോ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെന്താ, കയ്യിലുണ്ടായിരുന്ന 2-3 സ്റ്റിക്കേഴ്സ് അതും എടുത്ത് ഒട്ടിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ അറിയാവുന്ന പണി ചെയ്താൽ പോരെ എന്ന് നിങ്ങളും ചിന്തിച്ചില്ലേ? എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്തതല്ലേ. എന്തായാലും ഞാൻ ഈ കലണ്ടർ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഒരു സ്റ്റാൻഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ബാക്കിൽ ഒട്ടിച്ചിട്ട് ചുമരിലൊന്ന് ഒട്ടിച്ചു കൊടുത്തേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ടില്ല, വിചാരിച്ചത്ര അങ്ങോട്ട് ആയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.